തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യേശു സ്നേഹമുള്ളവരെ, നമ്മുടെ ഹോളി ഹോം മിനിസ്ട്രിയുടെ തീർത്ഥയാത്ര ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഏകദേശം കഴിയാറായി. നോമ്പുകാലം തീരുന്നതോടുകൂടി നമ്മൾ ഈ തീർത്ഥയാത്രയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും. ഇതിനോടകം നമ്മൾ ഒത്തിരി അധികം വിചിന്തനങ്ങൾ കേട്ടു, നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഉതകുന്ന കുറേ നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കാനും ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ ധ്യാനിക്കാനും എല്ലാം ഇത് ഉപകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസരം നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ അവിടുത്തെ ആരാധിക്കാൻ, സ്തുതിക്കാൻ നമുക്ക് അവസരം നൽകിയതിന് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസം നമ്മൾ വായിച്ചു കേട്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സുവിശേഷ ഭാഗമാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാവരും വിശ്വാസത്തിന്റെ പിതാവായി, നമ്മുടെ പ്രത്യേകിച്ച് സീറോ മലബാർ കമ്മ്യൂണിറ്റിക്കും അല്ലെങ്കിൽ ഭാരതസഭയ്ക്കും എന്നും അഭിമാനിക്കുന്ന തോമസ് സ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. അത് നമുക്കറിയാം, സുവിശേഷത്തിൽ 2 സ്ഥലത്ത് ഇങ്ങനെയുള്ള ശിഷ്യന്മാരുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്ന് പത്രോസ് സ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 13 മുതൽ 20 വരെയുള്ള ഭാഗത്ത് അത് വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റ് സമാന്തര സുവിശേഷകന്മാരും ഇത് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. പത്രോസ് സ്ലീഹ ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയുടെ തന്നെ ചോദ്യത്തിന് ഉത്തരമായിട്ട്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിലുപരിയായി ഞാൻ ആരാണ് എന്നാണ് പറയുന്നത് എന്ന ചോദ്യത്തിന്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പത്രോസ് സ്ലീഹ പറഞ്ഞ ആ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ സഭയിൽ വളരെ പ്രധാനപ്പെട്ട വിശ്വാസ പ്രഖ്യാപനമായിട്ട് കണക്കാക്കുകയും പത്രോസ് സ്ലീഹയുടെ സഭയുടെ തന്നെ ഹെഡായിട്ട് നമ്മൾ അംഗീകരിക്കുകയെല്ലാം ചെയ്തിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുപോലെ അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിലുപരിയായിട്ട് നമുക്ക് പറയാവുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് തോമസ് സ്ലീഹ ഇന്ന് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചുകേട്ട് നടത്തിയത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇംഗ്ലീഷിൽ അത് മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്നാണ് പറയുക. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്നാണ് പറയുക. നമുക്കറിയാം, ഇത് പറയാനായിട്ടുള്ള സാഹചര്യം, ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ, ഈശോ മരിച്ച് പീഡാസഹനം കഴിഞ്ഞ് മരണം കഴിഞ്ഞ് ഉത്ഥിതനായതിനു ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് സ്ലീഹായ്ക്ക് അവിടെ ഉണ്ടാകാൻ സാധിച്ചില്ല എന്നുള്ള സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിൽ ശിഷ്യന്മാർ വന്ന് പറയുമ്പോൾ ഞങ്ങൾ കണ്ടു യേശുവിനെ എന്ന് പറയുമ്പോൾ, ഉത്ഥിതനെ കണ്ടു എന്ന് പറയുമ്പോൾ, തോമസ് സ്ലീഹയുടെ അടുത്ത് നിന്നുണ്ടാകുന്ന ഒരുപക്ഷെ നമ്മൾ ബാലിശ്യമായ ഒരു പ്രതികരണം എന്ന് പറയും, അല്ലെങ്കിൽ ഡൗട്ടിങ് തോമസ് എന്ന് നമ്മൾ പറയും. അതിൽ പറയുന്ന ഒരു ഭാഗമാണ്, ഞാൻ അവനെ നേരിൽ കാണുകയും അവന് മുറിപ്പാടുകൾ ഞാൻ കാണുകയും അവൻ്റെ പാർശ്വത്തിൽ ഞാൻ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്ന തോമസ് സ്ലീഹായെയാണ് നമ്മളിന്ന് ഇവിടെ കണ്ടത്. ആ തോമസ് സ്ലീഹായുടെ ആ ഡൗട്ടിങ് തോമസ് എന്നെല്ലാം നമ്മൾ പറയുമെങ്കിലും എനിക്ക് എപ്പോഴും അദ്ദേഹം ഒരു വളരെ സ്ട്രേറ്റ് ഫോർവേഡായ ഒരു ഹമ്പിളായിട്ടുള്ള വ്യക്തിയായിട്ടാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. കാരണം യേശുവിനെ കാണാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, ഉദ്ധിതനെ കാണുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് അദ്ദേഹത്തിന് ഇതെല്ലാം പറയിപ്പിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോകാറുണ്ട്. നമ്മുടെ വിഷമങ്ങളിലും രോഗങ്ങളിലും നമ്മുടെ സംശയങ്ങളിലും എല്ലാം നമ്മുടെ മനസ്സിലും കടന്നു വരാറുള്ളതാണ്, എനിക്ക് അവിടുത്തെ കാണണം, ദൈവം ഇതിൽ എന്താഗ്രഹിക്കുന്ന അറിയണം, അല്ലെങ്കിൽ ഒരു സംശയത്തോടു കൂടി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളും കടന്നു പോകാറുള്ളതാണ്, നമ്മൾ സംശയിക്കാറുള്ളതാണ്. ഈശോ തോമസിന്റെ സംശയത്തെ അല്ലെങ്കിൽ തോമസിന്റെ ആവശ്യത്തെ വളരെ പോസിറ്റീവായിട്ട് ആണ് എടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈശോ തോമസിനെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ കുറ്റം പറയുകയോ ഒന്നുമല്ല ചെയ്യുക.
തോമസിന്റെ അടുക്കൽ വന്ന് തോമസ് ലിഹായ്ക്കയുടെ തൻ്റെ ശരീരം കാണിച്ചു കൊടുക്കുകയും മുറിവുകൾ കാണിച്ചു കൊടുക്കുകയും അതിൽ സ്പർശിക്കാനായിട്ട് അവസരം നൽകുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുക. പാടുകൾ കാണിച്ചു കൊടുക്കുന്ന യേശുനാഥൻ ആ മുറിപ്പാടുകളിൽ സ്പർശിക്കുവാനായിട്ട് അവിടുന്ന് തോമസ് ലിഹായ്ക്ക് അവസരം കൊടുക്കുകയാണ്. ആ മുറിപ്പാടുകൾ വിശ്വാസത്തിന്റെ അടയാളങ്ങളായി മാറുകയാണ്. അതൊരു ഫിസിക്കൽ പ്രൂഫ് എന്നതിനേക്കാൾ ഉപരിയായി അവർ വിശ്വാസത്തിലേക്ക് അവരെ നയിക്കുന്ന ഒരു വലിയ അടയാളമായിട്ട് ആ മുറിപ്പാടുകൾ കാണുന്നു. ആ മുറിപ്പാടിൽ സ്പർശിക്കുമ്പോൾ തോമസ് ലിഹായ്ക്ക് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ കാണുക. തോമസിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക, വിശ്വാസം ഒരു ബുദ്ധിപൂർവമായ ഒരു സമ്മതമല്ല, അതിലുപരിയായിട്ട് ഒരു പേഴ്സണൽ എൻകൗണ്ടർ ആണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാറുണ്ട്. അപ്പൊ ആ പേഴ്സണൽ എൻകൗണ്ടർ തോമസ് ലിഹായുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഉത്തിതനായ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അവിടുത്തെ മുറിപ്പാടുകളിൽ സ്പർശിക്കാനായിട്ട് അവസരം കിട്ടുമ്പോഴാണ്. ആദിമസഭാ പിതാക്കന്മാർ ഈ പ്രസ്താവനയെ കാണുന്നത് പിവറ്റൽ മൂമെന്റ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ആയിട്ടാണ്. അടിമുടിയുള്ള ഒരു മാറ്റം ക്രിസ്തീയ വിശ്വാസത്തിന് സംഭവിക്കുന്നത് ഈ തോമസ് ലിഹായുടെ ഈ വിശ്വാസ പ്രഖ്യാപനം മൂലമാണ്. തോമസ് ലിഹ യേശുവിനെ, ഉത്തിതനെ ദൈവമായിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള വലിയ ഒരു പ്രസ്താവനയാണ് ഇവിടെ നടത്തുക. തോമസ് ലിഹായുടെ ഈ പേഴ്സണൽ എൻകൗണ്ടർ വഴി തോമസ് ലിഹ ഒരു പുതിയ സൃഷ്ടിയായിട്ട് രൂപാന്തരപ്പെട്ട് പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നു. അലക്സാണ്ട്രിയയിലെ സിറിൽ പിതാവ് പറയുന്നത് തോമസ് ലിഹ ഈശോയെ സ്പർശിക്കുമ്പോഴാണ് ദൈവമാണ് എന്ന് തിരിച്ചറിഞ്ഞത് എന്നാണ്. അല്ലെങ്കിൽ പരസ്യ ജീവിത കാലത്ത് ഈശോയുടെ ഒപ്പം ഉണ്ടായിരുന്ന തോമസ് ലിഹായ്ക്ക് ഈശോ ദൈവമാണ് എന്ന ആ തിരിച്ചറിവ് ഈശോ മരിച്ചുദ്ധിതനായി ആ യേശുവിന് മുറിപ്പാടുകളിൽ തൊടുവാനായിട്ട് അവസരം കിട്ടിയപ്പോഴാണ് എന്നാണ് സിറിൽ പിതാവ് പറയുക. അതുപോലെ സെന്റ് അഗസ്റ്റിൻ പറയുന്നത് ഈശോയെ സ്പർശിച്ചുകൊണ്ടാണ് ഈശോയുടെ ദൈവത്വം തിരിച്ചറിഞ്ഞത് എന്നാണ്. തോമസ് ലിഹ ഈശോയുടെ ദൈവത്വം തിരിച്ചറിഞ്ഞത് അവിടുത്തെ സ്പർശിച്ചുകൊണ്ടാണ്. ആ സ്പർശന വേളയിലാണ് ആ റിയൽ എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ്, യേശുവിന് ആയിട്ടുള്ള കണ്ടുമുട്ടൽ സാധ്യമായതും അത് ദൈവമാണ് എന്ന വലിയൊരു പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം തോമസ് ലിഹ നടത്തുകയും ചെയ്യുന്നു. അപ്പോഴാണ് തോമസ് അക്വീനാസ് തൻ്റെ സുമോ തിയോളജിക്കയില് യേശു ദൈവമാണ് എന്ന് സമർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുവിശേഷ ഭാഗമാണ് ഇത്. തോമസ് ലിഹായുടെ ഈ ഡിക്ലറേഷൻ ആയിട്ടുള്ള എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ളത്. അതായത് ദൈവമായിട്ട് തോമസ് ലിഹ യേശുവിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ വിളിച്ചു പറയുന്ന ആ വിശ്വാസ സത്യം ആണ് നമ്മളിവിടെ കാണുക. അദ്ദേഹം അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതേപ്പറ്റി പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ 2014 ഒരു പ്രസംഗത്തിനിടയിൽ പറയുകയുണ്ടായി, തോമസ് ലിഹായുടെ ഈ മൈ ലോർഡ് മൈ ഗാഡ് അല്ലെങ്കിൽ എൻ്റെ കർത്താവേ എൻ്റെ ദൈവം എന്ന പ്രസ്താവന അത് സഭയുടെ തന്നെ വിശ്വാസ പ്രഖ്യാപനമാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ 2014 ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രഖ്യാപനം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള ഇത് ആണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ എല്ലാ വിശ്വാസികളും ഈ രീതിയിലേക്ക് ഉയർന്നു വരണമെന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുന്നു, നമ്മോട് ആവശ്യപ്പെടുന്നു. നമുക്ക് എല്ലാവരും ജീവിതത്തിൽ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ്, ആ എൻകൗണ്ടറിലാണ് യേശു കർത്താവാണ്, എൻ്റെ നാഥനാണ്, അതോടൊപ്പം തന്നെ ദൈവമാണ് എന്ന ആ വലിയ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. നമുക്കറിയാം, എല്ലാവരുടെയും ജീവിതത്തിൽ ഏത് മനുഷ്യനെടുത്താൽ വിശ്വാസികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ദൈവസങ്കല്പങ്ങളുണ്ട്. ദൈവത്തിന് പല സ്വഭാവങ്ങളുണ്ട്, രീതിയിലാണ് അവരെല്ലാം മനസ്സിലാക്കുക. ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള മനുഷ്യൻ നടപ്പുണ്ട്. നമ്മൾ ഇവിടെ തോമസ് ലിഹായ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ ദൈവം നമ്മെ അന്വേഷിച്ച് വരുന്നതാണ്. പഴയ നിയമത്തിൽ പിതാക്കന്മാരെ എടുത്തു നോക്കാം, അവിടെയെല്ലാം ദൈവം അന്വേഷിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുക. അപ്പോൾ തോമസ് ലിഹായെ ഇവിടെ അന്വേഷിച്ച് വന്ന് അല്ലെങ്കിൽ ദൈവം ഒരു കൃത്യമാണ്, ഞാൻ അന്വേഷിച്ചിരുന്ന എൻ്റെ ദൈവം എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ കർത്താവ് തന്നെയാണ് എന്ന ആ വലിയ തിരിച്ചറിവ് തോമസ് ലിഹായുടെ ജീവിതത്തിൽ ഇവിടെ ലഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു പേഴ്സണൽ എൻകൗണ്ടറിലേക്ക്
എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടാണ് ശരിക്കും ക്രിസ്ത്യ വിശ്വാസത്തിൽ പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് പറയുന്നു, നമ്മൾ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും അതാണ്. ഈ സുവിശേഷ ഭാഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് എടുക്കാനായിട്ടുള്ളത്, വിശ്വാസ ജീവിതം നമുക്കറിയാം ഒരു യാത്രയാണ്. നമ്മളെല്ലാവരും വിശ്വാസ ജീവിതത്തിൽ ഒരു യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രയിൽ സംശയങ്ങൾ ഉണ്ടാവുക വിശ്വാസ ജീവിതത്തിൽ അത് സാധിക്കും. അതൊരു ശത്രുവല്ല, വിശ്വാസത്തിന്റെ ശത്രുവല്ല സംശയങ്ങൾ ഉണ്ടാവുക. ഈ സംശയങ്ങൾ ഉണ്ടാകുന്നത് വഴി അത് നമ്മളെ വിശ്വാസം അകറ്റുന്നതിനേക്കാൾ ഉപരിയായി വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ട് അത് നമുക്ക് സാധ്യമാകണം. അവിടുത്തെ ദൈവത്തോടുള്ള പേഴ്സണലായിട്ടുള്ള ചാറ്റ് അല്ലെങ്കിൽ എൻകൗണ്ടറിന് വേണ്ടിയുള്ള ആഗ്രഹം അത് കൂടുതൽ സാധ്യമാകുന്നത് വഴി അവിടുത്തെ എൻകൗണ്ടർ ചെയ്യാനും അത് വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ഈ സംശയം നമുക്ക് ഉപകരിക്കണം. അത് നമുക്ക് വിശ്വാസ ജീവിതത്തിന് മുതൽക്കൂട്ടാക്കി മാറ്റുവാൻ സാധിക്കും. യേശു നമ്മളെ കാണുന്നത് നമ്മൾ എവിടെയാണോ എങ്ങനെയാണോ ആ രീതിയിലാണ്. നമ്മൾ ഒത്തിരി വിശുദ്ധിയിലേക്ക് നിറഞ്ഞു നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒത്തിരി പ്രാർത്ഥന നിറഞ്ഞു നിൽക്കുമ്പോഴോ ആയിരിക്കണമെന്നില്ല യേശു നമ്മളെ കാണുന്നത്. നമ്മൾ എവിടെയാണോ എങ്ങനെയാണോ ഏത് സാഹചര്യത്തിലാണോ, ഒരുപക്ഷെ നമ്മുടെ രോഗാവസ്ഥയിലാകാം, നമ്മുടെ വീഴ്ചയിലായിരിക്കാം, നമ്മുടെ തകർച്ചയിലായിരിക്കാം, നമ്മുടെ വേദനകളിലായിരിക്കാം യേശു നമ്മളെ കാണുക. യേശു നമ്മളെ കാണുമ്പോൾ അവിടുത്തെ കർത്താവെ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കാനായിട്ട് ഉള്ള ആ ആഗ്രഹത്തോടു കൂടി ദൈവത്തിലുള്ള അന്വേഷണം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവിടുത്തെ കാണാനായിട്ടുള്ള ആഗ്രഹം, തോമാസ് ലീഹായ്ക്ക് ഉണ്ടായിരുന്ന ആഗ്രഹം, അതായത് യേശുവിനെ സ്പർശിക്കാൻ വരെ സാധ്യമായി. അവിടുത്തെ കാത്തിരിക്കാനായിട്ട്, അവിടുത്തെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അതെല്ലാമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മെ ആഴപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. ബുദ്ധി തന്നെ നമുക്കറിയാം, തോമസ് ലീ പറയുന്ന പോലെ അത് നമ്മുടെ കർത്താവാണ്, അതോടൊപ്പം തന്നെ നമ്മുടെ ദൈവവുമാണ്. കർത്താവാണ് എന്നതുകൊണ്ട്, എൻ്റെ നാഥനാണ് എന്നതുകൊണ്ട് എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു അടുപ്പം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിലുപരി ദൈവമായതുകൊണ്ട് അവിടുത്തെ ആരാധനയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുക. ഈ പേഴ്സണൽ എൻകൗണ്ടർ ഇന്ന് സാധ്യമാകുന്നത്, ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പരിശുദ്ധ കുർബാനയില. പരിശുദ്ധ കുർബാനയിൽ അവിടെ നമ്മോട് സംസാരിക്കുന്നു, നമ്മുടെ അടുക്കിലേക്ക് വരുന്നു. വിശുദ്ധ കുർബാനയൊക്കെ കൊടുക്കാനായിട്ട് പോകുമ്പോൾ ആളുകൾ സ്വീകരിക്കുമ്പോൾ അറിയാതെ അവരുടെ മനസ്സിൽ നിന്ന് എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ എന്നുള്ള ആ തേങ്ങലുകൾ പലപ്പോഴും കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കർത്താവിനെ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ള ആ വലിയൊരു എൻകൗണ്ടറും ഒരു അനുഭവവും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഉള്ളതാണ്. അതാണ് നമ്മൾ ശരിക്കും യേശുവിലേക്ക് അടുപ്പിക്കുക, യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറുക. അവസാനിപ്പിക്കുമ്പോൾ ഈശോ ഈ വായിച്ച വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും അവസാനം പറഞ്ഞു വയ്ക്കുന്നത്, നമ്മോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്: കണ്ടതുകൊണ്ടാണോ നീ വിശ്വസിക്കുന്നത്? നമ്മോട് ചോദിക്കുന്നത്, നീ എന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ നീ എന്നെ നേരിൽ കണ്ടതുകൊണ്ടാണോ നീ എന്നെ വിശ്വസിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ യേശുവിന് മുറിപ്പാടുകൾ കണ്ടവരാണോ? പാർശ്വത്തിൽ കൈവച്ചവരാണോ? ഇതൊന്നും ഒരുപക്ഷെ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു അന്ധമായൊരു വിശ്വാസമാണ് നമുക്കുള്ളത്. എനിക്ക് പറയാൻ സാധിക്കും, നമ്മൾ ഈ എൻകൗണ്ടർ ചെയ്ത വ്യക്തികളാണ് യേശുവിനെ കണ്ടവരാണ്, വിശ്വസിച്ചവരാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, വിശുദ്ധ ഗ്രന്ഥം വായനയിലൂടെ നമ്മൾ അവിടുത്തെ കണ്ടവരാണ്. കൂദാശകൾ സ്വീകരണം വഴി നമ്മൾ അവിടുത്തെ കണ്ടവരാണ്, അവിടുത്തെ സ്പർശിച്ചവരാണ്. വിശുദ്ധ സഭയിൽ ആയതുവഴി, ഈ സഭ വഴി നമ്മൾ യേശുവിനെ കണ്ടവരാണ്, അനുഭവിച്ചവരാണ്. അപ്പോൾ കാണാതെ വിശ്വസിക്കുന്നവരല്ല, കാണാതെ വിശ്വസിക്കുന്നത് ആ വിശ്വാസം കണ്ട് വിശ്വസിക്കുന്നതിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മൾ അവിടുത്തെ കാണുന്നു കൂദാശകൾ വഴി, അതുപോലെ തന്നെ സഭയിൽ അംഗമാകുന്നത് വഴി എല്ലാം നമ്മൾ അവിടുത്തെ കാണുകയാണ്. അപ്പോൾ ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പുകാലത്ത് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന ഉച്ചാരണം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാം. നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കണ്ടറിയാനും അനുഭവിക്കുവാനും ആ പേഴ്സണൽ എൻകൗണ്ടറിലൂടെ അവിടുത്തെ ആ മുറിവുകളിൽ സ്പർശിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസ ജീവിതം തുടരാം. നമ്മുടെ വിശ്വാസത്തിന്റെ യാത്ര നമുക്ക് തുടർന്നു കൊണ്ടുപോകാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ.